ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ റിഫൻ വ്ലോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ ഇന്നലെ ഇട്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം ആയിട്ടുള്ള വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഫ്രണ്ട്സ്, ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ ഗൈസ്. എന്നെ ചായ കുടിക്കാനൊക്കെ ഉണ്ട്. മദർസത്തും ഗൈസ്, ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. കാണാം. അപ്പം പിന്നെ ചായക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ എന്താണ്, ചപ്പാത്തി ഉണ്ട്, കല്യാണം ചപ്പാത്തി, പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണോ അത് കുറുമ എന്നും പറയാം, കുറുമ. പിന്നെ നല്ല കട്ടൻ ചായ ഞാൻ കുടിക്കാറില്ല. ബട്ട് ഇന്നലെ എനിക്ക് വയ്യായിരുന്നു, എന്താ പറയുക, ആകെ അസ്വസ്ഥയായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് കട്ടൻ ചായ കുടിച്ചാൽ ഓക്കെ ആവുമെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അധികം വേണ്ട. ഫുഡ് കഴിക്കാതെ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതെന്താ വലിയ ചപ്പാത്തിയല്ലോ, ഗൈസ്, വലിയ ചപ്പാത്തി. അപ്പം ഇനി എല്ലാവരും കുടിക്കണം, ചായയൊക്കെ കുടിക്കണം. റഫാനോടെ ലാപ്പ് കാണുന്നുണ്ട്, എനിക്കും ലാപ്പ് കണ്ടിട്ട് തന്നെ വേണം കുടിക്കാൻ. അപ്പം ഇതേ ഉമ്മ അവിടെ കറിയൊക്കെ വിളമ്പി തരുന്നുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കട്ടെ. ഫ്രണ്ട്സ്, ഞാൻ ഉമ്മ റഫാനോട് ചായ കുടിക്കുന്നുണ്ട്. ഉമ്മ അവിടെ ബേക്കറി സൈഡ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചായ കുടിക്കുകയാണ്. വേണ്ട, ചപ്പാത്തി ഇഷ്ടമല്ല. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങില്ല ചപ്പാത്തിയും. പിന്നെ മറ്റേ ദോശ അല്ലേ, മറ്റേ നല്ല വെള്ള ലൂസ് മറ്റേ ദോശ അല്ല, എങ്ങനെ അരച്ച ദോശ അല്ല, അരിപ്പൊടി വെള്ളവും മാത്രം ഇട്ടിട്ടൊരു ദോശ ഉണ്ടാക്കല്ലോ, ഉപ്പിട്ടിട്ട്. മറ്റേ ഇങ്ങനെ നല്ല ഓട്ടോട്ടോട്ടോട്ടം അങ്ങനെ വരുന്ന ദോശ. ആ ദോശ എന്താ പറയുക, അതും എനിക്കിഷ്ടമല്ല. അപ്പം എന്താ പറയുക, ഞാൻ തറവാട്ടിലായിരുന്ന സമയത്ത് ഞാൻ 10 വയസ്സ് വരെ തറവാട്ടിലായിരുന്നു. അതുവരെ എനിക്ക് ഈ പത്തിരിയൊക്കെ കഴിക്കാൻ നല്ല കൊതിയായിരുന്നു. എപ്പോഴും ദോശ മാത്രം ഉണ്ടാക്കുള്ളൂ. അങ്ങനെ എനിക്ക് വെറുത്ത്. ഇപ്പം ഇവിടെ വന്നപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്താ പറയുക, അങ്ങനെ എനിക്ക് അത് വെറുത്തതാണ്. എപ്പോഴും ദോശ മാത്രം. ബട്ട് ഞാനത് ഈ ദോശ അതേപോലെ ഈ ചപ്പാത്തിയും നൂൽപുട്ട് എനിക്ക് പിന്നെ പണ്ടേ ഇഷ്ടമല്ല. അതെന്താ ചോദിച്ചാൽ അതെന്താ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഈ ചപ്പാത്തി, നൂൽപുട്ട്, ദോശ, ഇത് മൂന്നും, അതിനിവിടെ ദോശ എന്ന് പറയാം, ഓട്ടോട്ടുള്ള സാധനത്തിന്. സോ അത് അല്ല, ചിലർക്ക് വേറെന്തോ പറയും. അപ്പം മറ്റേ അരച്ച ദോശ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഞാൻ പുട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പുട്ടുപൊടിയായിട്ട് ഉണ്ടാക്കണം പുട്ട്. ഉമ്മ ഇവിടെ ഇടക്ക് മറ്റേ പുട്ടുപൊടി ഇല്ലാത്തപ്പോൾ അരിപ്പൊടിയായിട്ട് ഒരു ഉണ്ടാക്കായിട്ടൊരു പുട്ടുണ്ടാക്കും. അതൊക്കെ ഇഷ്ടമല്ല. മറ്റേ പുറത്തുനിന്ന് വാങ്ങിയ അല്ലെങ്കിൽ മറ്റേ പൊടിപ്പിച്ച പുട്ടുപൊടി വെച്ചുള്ള പുട്ട് ഞാൻ കഴിക്കും. അതൊക്കെ നല്ല ഇഷ്ടം. അത് ഞാൻ എന്നും ഉണ്ടാക്കി എന്നും കഴിക്കും. പക്ഷേ ഈ ചപ്പാത്തി എന്താ പറയുക, എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. അതെന്താ ചോദിച്ചാൽ അങ്ങനെയായിപ്പോ. എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എനിക്കൊരു മടുപ്പാണ്. എനിക്ക് 4 ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ അപ്പം ഞാൻ എന്താ പറയുക, രാവിലെ നേരത്തെ പോകും. 7:50 സംതിങ് ഒരു ബസ്സുണ്ട്. സോ ആ ബസ്സിന് ഞാൻ പോകും. അപ്പോൾ ആ ബസ്സിന് പോകും. പിന്നെ അവിടുന്ന് സ്നാക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് എനിക്ക് ഞാൻ ചിലപ്പോൾ കുടിക്കും, ചിലപ്പം കുടിക്കില്ല. അങ്ങനെയാണ്. പാൽ ചായ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പാൽ ചായ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ എന്താ പറയുക, അവിടുന്ന് 3 നേരമുള്ളൂ. ഞാൻ 7 നേരം ഫുഡ് കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം കഴിക്കാൻ പാടില്ലേ, എപ്പോഴും പറയാറില്ല. നിങ്ങൾ പിന്നെ അടുത്ത പകരം ഇതിൽക്കും ബുദ്ധിമുട്ടില്ലാവും. നല്ല എരിവുള്ളതൊക്കെ മീൻ. എനിക്ക് വെജിറ്റേറിയൻ ആണ് ഇഷ്ടം. എനിക്ക് ഇവിടെ മീനും ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചോറ്. അത് 2 സ്വഭാവമാണ് ഇവിടെ എനിക്ക് മാത്രമാണ് ഈ വീട്ടിൽ എരി ഇഷ്ടമില്ലാത്തത്. ബാക്കി എല്ലാവരും നല്ലോണം സ്പൈസി എരി കൂട്ടും. എനിക്ക് എരിയുള്ളത് ഞാൻ കറിയൊന്നും അങ്ങനെ കൂട്ടാറില്ല. ചോറിനൊന്നും ഞാൻ കറി കൂട്ടാറില്ല.
എന്താണ് ചിലവ് ഇഷ്ടമാക്ക അപ്പം ചപ്പാത്തിയാ അത് സ്കൂളും ആകെ കൂടും. ചൊവ്വാഴ്ച നാളെ സ്കൂൾ തുറക്കൂലേ ഇനിയിപ്പോ പേപ്പർ അടി പൂജ ഗംഭീരം. ഞാൻ രാവിലെ കണ്ടുപിടി 2025 അടിപൊളി വർഷമായിരുന്നു. ബട്ട് എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു നമ്മളിപ്പോ 10 മണി എന്റെ ചായ 10 മണി നമുക്കത് കല്യാണത്തിന് നോക്കാം. ഒരിതുണ്ടായിരുന്നു. എപ്പോഴേ വരുന്ന കേട്ടോ കുറെ നേരം ഇരിക്കണ്ട അതേ നേരം തേടി പോണ്ട ഞാനില്ല. റഫാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റഫാൻ കണ്ട ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് ഉപ്പും മുളക് കാണണ്ട അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഞാൻ ഉമ്മതാ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഹായ് ഹായ് ചായ തിന്നിട്ടുണ്ട്. ചായ വേണോ? അനക്കല്ല ഞാൻ ചായ വേണം വേണമെങ്കിൽ കുടിച്ചാൽ മതി. ആ നിനക്ക് വേണ്ട. ഗ്രീൻ പീസിന്റെ കറി കൂട്ടിട്ട് ചപ്പാത്തി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടെന്ന്. ചപ്പാത്തി വേണ്ട വേണ്ട പറയും, പക്ഷെ എനിക്ക് മതി. എന്ത് ഫുഡ് നമ്മൾ വേണം എന്നുള്ള രീതിക്ക് കഴിക്കണം. അപ്പം നമുക്ക് ആ ഫുഡിനോട് ഇഷ്ടം തോന്നും. ഇത് ആദ്യം തന്നെ നമുക്ക് ഫുഡ് വേണ്ട വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിനോട് ആവശ്യം തോന്നില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അസുഖങ്ങളും വരും. ശ്രീമതി ഫസീല MK പറയുന്ന മഹത്വചനങ്ങൾ കേൾക്കുക. കേൾക്കാനായി റിഫ റഫാൻ വ്ലോഗ് കണ്ടാൽ മതി. നോക്കൂല നമ്മളോട് ആരാ പറഞ്ഞു. വേഗം കഴിച്ചിട്ട് വേഗം കുളിക്കുക. അങ്ങനെ ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാതും അടിപൊളിയാക്കി. ശുഭമംഗലം റഫാൻ ശുഭമംഗലം. സോ ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓ മൈ ഗോഡ് ഇതാ എന്നെ കണി ഇങ്ങനെ ഇരിക്കും. ഇപ്പം എവിടെ ഇതിൻ്റെ തലൊന്നും കാണാനില്ല. നെൽത്തട്ടടിക്കണ്. വരി ഇന്നെ മാറ്റിയിട്ട് വേഗം ഇന്ന സംഭവം മാറ്റിച്ച് ഓർക്കൊരു വരാൻ വരി. ഞങ്ങൾ നടക്കുകയാണ് കല്യാണത്തിന് പോയി. ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ അയൽവാസിയോടത്ത് പോവുകയാണ്. അവിടെ ഉണ്ടാവുക കാണുന്നതാണ് കല്യാണ വീട്. ഞങ്ങളവിടുന്ന് 2 അടി വെക്കാൻ. ഫ്രണ്ട്സിൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഉമ്മ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവിടെ വണ്ടി നിർത്തിയാണ് മെഡിക്കൽ സ്റ്റോറിൽ ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല സ്ഥലത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അവിടെ നോക്കൂ കാണാനില്ല ടിക്കറ്റുകളാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ ആദ്യ കുട്ടി ഇതവിടെ. ആദ്യം എന്നിട്ട് നോക്കാം. ഒരായി പറയോ ഇതൊക്കെ നോക്കാം. അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അതായത് വയറുവേദനക്ക് ഗുളിക വാങ്ങി. അമ്മ തറവാട്ടിൽ പോയി ചാവി വാങ്ങാൻ പോവാണ്. എനിക്ക് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാണ്ട് ക്ഷീണിതയായി. ഞങ്ങളിപ്പോൾ കടയിൽ പോയിട്ട് വരികയാണ്. ഞാനുണ്ട് ഉമ്മിയുണ്ട്. കടയിൽ പോയിട്ട് വരികയാണ് ഗായ്സ്. അപ്പോൾ അതെ ഉമ്മത പോണു ഗായ്സ്. കവറൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ വെറുതെ ഒരു രസം. നാളെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ ഈ നേരത്തൊക്കെ അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ നേരത്താണ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട വരുന്നത് ഗൈസ്. നമ്മൾ അങ്ങനെ കടയിലൊക്കെ പോയി നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കടയിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ മറ്റേ ഇത് എരിവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി പപ്പാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് കുടിക്കുകയാണ് ഗൈസ് ഞാൻ. ഗായ്സ് പരിപാടികൾ അവസാനിക്കാനായിട്ടുണ്ട് ഗായ്സ്. കാരണം നാളെ സ്കൂൾ തുറക്കാണ്.
സ്കൂൾ തുറക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എനിക്ക് പരിപാടികൾ കുറേ ഉണ്ട്. യൂണിഫോം അയൺ ചെയ്ത് വെക്കാണ്ട്, ബാഗിൽ ബുക്ക് എടുത്ത് വെക്കാണ്ട്. ഞാൻ 1 സൈഡ് ബാഗാണ് കുറേ ആയിട്ട് കൊണ്ടുപോകാറ്, 2 സൈഡ് ബാഗ് കൊണ്ടുപോകലില്ല. സോ നാളെ 1 സൈഡ് ബാഗ് എടുക്കാം. അതിക്ക് അപ്പോൾ നാളെ 1 സൈഡ് ബാഗാണ് എടുക്കുന്നത്. പിന്നെ നാളെ ട്യൂഷൻ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ബുക്ക് എടുക്കാണ്ട് ഗായ്സ്. അങ്ങനെ കുറേ ഉണ്ട് ഗായ്സ്. സ്കൂള് തുറന്ന് ഒരു 5 ദിവസം കൂടി പിന്നെ ലീവ് കിട്ടി. ഫ്രണ്ട്സ് അങ്ങനെ യൂണിഫോം അയൺ ചെയ്തു, പുസ്തകമൊക്കെ എടുത്ത്, ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇനി എനിക്ക് എന്താ പറയുക, നാളേക്കൊക്കെയുള്ള സംഭവമൊക്കെ സെറ്റാക്കി. ഇനി ഫുഡ് കഴിക്കാണ്ട്. സോ ചപ്പാത്തി, രാവിലത്തെ ചപ്പാത്തിയും അതേപോലെ കുറുമ, ആ ഒരു കറിയുണ്ട്, ഗ്രീൻ പീസിൻ്റെ കറിയുണ്ട്. കാരണം ബിക്കോസ് ഓഫ് നമുക്ക് കല്യാണം ഉണ്ടായിരുന്നല്ലോ ഉച്ചക്ക്. സോ അതുകൊണ്ട് ഫുഡ് വെച്ചില്ല. അപ്പം നമുക്കിന്ന് അതാ കല്യാണം. എന്തായിരുന്നു? ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ ആ ഒരു കറിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ബൈ ബൈ, താങ്ക് ഫോർ വാച്ചിങ്. ഇനി നാളെ നല്ല വിശേഷമായിട്ട് വരാം. ബൈ.